ഞാൻ ഇന്ത്യയിൽ തന്നെയുള്ള ഒരു സ്വപ്ന സംസ്കാരത്തെക്കുറിച്ച് പറയാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് തോന്നുന്നു, എൻ്റെ പ്രേക്ഷകർ വിചാരിക്കും ഈ അവതാരകൻ, ഈ അതീന്ദ്രിയത്തിൻ്റെ അവതാരകൻ എന്തിനാണ് ഓരോ എപ്പിസോഡിലും അനാവശ്യമോ ആവശ്യമോ ആയി ഒരു കഥ പറയുന്നതെന്ന്. ഇക്കുറി കാലത്തിൻ്റെ വിശേഷമനുസരിച്ച്, കാലത്തിൻ്റെ ആവശ്യമനുസരിച്ച് ഞാനും എന്നിൽ ഒരു ചെറിയ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്വാഭാവികമായും കാലവും ദേശവും മാറുമ്പോൾ നാം എപ്പോഴും സ്വയമേവ തന്നെ ചില മാറ്റങ്ങൾക്ക് വിധേയമാകാറുണ്ട്. ഇവിടെ ഞാൻ പറയുന്നത് ഒരു സാധാരണ സ്വപ്നത്തിൻ്റെ സംസ്കാരം മാത്രമാണ്. കാരണം ഫ്രോയിഡിൻ്റെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന് വെച്ചാൽ സ്വപ്നങ്ങളുടെ അപഗ്രഥനം വായിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഫ്രോയിഡിൻ്റെ ആ പുസ്തകം വായിച്ചതിന് ശേഷം സ്വപ്നങ്ങളെക്കുറിച്ച് പഠനം നടത്തിയ ഒരു വ്യക്തിയല്ല ഞാൻ. അതീന്ദ്രിയത്തിൻ്റെ അവതാരകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ അതീന്ദ്രിയ അനുഭവങ്ങളുള്ള ആയിരക്കണക്കിന് വ്യക്തികളുമായി സംവദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ എനിക്കും സ്വപ്നത്തെക്കുറിച്ച് സംസാരിക്കാൻ അവകാശമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിപ്പോൾ ആന്ധ്രയിലെ ഒരു ചെറു ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ഞാൻ ആ ഗ്രാമത്തിൽ പോയിട്ടില്ല. ആ ഗ്രാമത്തിൻ്റെ സംസ്കാരവും സംസ്കൃതിയും എനിക്ക് അറിയുകയുമില്ല. പക്ഷേ എങ്കിലും എൻ്റെ സുഹൃത്തുക്കളിൽ ആരോ എന്നോ പണ്ടൊരിക്കൽ പറഞ്ഞ ആ ഗ്രാമത്തിൻ്റെ സംസ്കൃതി, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, സ്വന്തം കുഞ്ഞിന് പാല് വാങ്ങി നൽകാൻ കഴിയാത്ത ആ ഗ്രാമത്തിലെ ഒരു അമ്മ മറ്റു കുഞ്ഞുങ്ങൾക്ക് സ്വന്തം മുലപ്പാൽ പിഴിഞ്ഞ് ചായ ഉണ്ടാക്കി കൊടുത്തു എന്ന്. ഞാൻ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വർത്തമാന കഥ, അല്ലെങ്കിൽ ഇവിടുത്തെ ദാരിദ്ര്യ വിശേഷം പറയുവാനല്ല ഈ സംസ്ഥാനത്തിൻ്റെ, ഈ ചെറിയ ഗ്രാമത്തിൻ്റെ ഈ ചെറിയ മുഖം വരച്ചത്. വീണ്ടും ഞാൻ സ്വപ്നത്തിലേക്ക് തന്നെ, ഈ ഗ്രാമത്തിൻ്റെ സ്വപ്നത്തിലേക്ക്. ആ ഗ്രാമത്തിലൊരു സാധാരണ കുട്ടി, എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ ഒരു എപ്പിസോഡിൽ ഇത്തരത്തിലുള്ള മറ്റൊരു നടന്ന വിശേഷം പറഞ്ഞിട്ടുണ്ടെന്ന്. ഇവിടെ ഈ ഗ്രാമത്തിലെ ഒരു സംസ്കാരവും വരാത്ത, ഒരുപക്ഷെ റോക്കറ്റും മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും മിസൈലും അറിഞ്ഞുകൂടാത്ത ആ ഗ്രാമത്തിലെ ഒരു സാധാരണ കർഷക തൊഴിലാളിയുടെ മകൻ ഒരിക്കൽ പറഞ്ഞു, ഞാൻ ജനിച്ചത് ഈ ഗ്രാമത്തിലല്ല, ഞാൻ പിറന്നത് മറ്റൊരു പട്ടണത്തിലാണെന്ന്. ഇതെൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും ഞാൻ കേട്ടറിഞ്ഞ കഥയാണ്. എന്തായാലും ആ കഥയുടെ ബാക്കി പത്രം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ പ്രിയ അതിഥിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കും. ആ ഗ്രാമത്തിലെ നിഷ്കളങ്കനായ ആ കുട്ടി പറഞ്ഞു, ഞാൻ ഈ ഗ്രാമത്തിലല്ല ജനിച്ചത്, മറിച്ച് ഒരു വലിയ പട്ടണത്തിലാണ്. എന്തായാലും അന്വേഷണങ്ങൾ ആ പട്ടണത്തിലേക്ക് നീണ്ടു എന്നും എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നു. ആ പട്ടണത്തിലേക്ക് അന്വേഷണം നീണ്ടപ്പോൾ ഒരു മഹാസത്യം തെളിഞ്ഞു എന്നാണ് എൻ്റെ സഖാക്കൾ എന്നോട് പറഞ്ഞത്. അവർ പറഞ്ഞു, തീർച്ചയായും ആ കുട്ടി മറ്റൊരു വലിയ പട്ടണത്തിലാണ് ജനിച്ചത്. വളരെ സന്തോഷം. ഏത് കുട്ടി ഏത് പട്ടണത്തിൽ ജനിച്ചാലും എൻ്റെ പ്രേക്ഷകർ, അല്ലെങ്കിൽ എൻ്റെ പ്രേക്ഷകർക്ക് ഒരു രഹസ്യവുമില്ല അത് പരസ്യമായി അറിയാൻ. പക്ഷെ ഇവിടെ ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അതിഥി, എല്ലാ അതിഥികളും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. ഈ അതീന്ദ്രിയത്തിലേക്ക് കടന്നു വരുന്ന, സ്വന്തം മനസ്സാക്ഷിയെ വഞ്ചിക്കാതെ നമുക്ക് മുന്നിലേക്ക് ഒരു പാഠപുസ്തകം പോലെ അവരുടെ അതീന്ദ്രിയ അറിവുകൾ പങ്കുവെക്കുന്ന അതിഥികളെല്ലാം നമുക്ക് പ്രിയപ്പെട്ടവരാണ്. പക്ഷെ ഇന്നത്തെ പ്രിയപ്പെട്ട അതിഥി, അദ്ദേഹവുമായി ഞാൻ ചില വർത്തമാനങ്ങൾ,
ചില വാക്കുകൾ പരസ്പരം കൈമാറുമ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് ഏതോ ഒരു സ്വപ്ന സംഭവം പറയാനുണ്ട്. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായിട്ടുള്ള നിരവധി വ്യക്തികൾ നമ്മുടെ പല എപ്പിസോഡുകളിലൂടെയും കടന്നുപോയി. എനിക്ക് തോന്നുന്നു എൻ്റെ ഇന്നത്തെ പ്രിയപ്പെട്ട അതിഥി ഡോക്ടർ ജയനാരായൺ. ഈ ഡോക്ടർ ജയനാരായൺ പറയുന്ന സ്വപ്ന അല്ലെങ്കിൽ സ്വപ്ന സമാനമായ, സ്വപ്നത്തോട് തുല്യമായ, ഒരുപക്ഷെ സ്വപ്നം നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ മഹാ അനുഭവത്തിന്, ആ അതീന്ദ്രിയത്തിൻ്റെ അറിവിന്, ആ അതീന്ദ്രിയത്തിൻ്റെ അറിവ് ദർശിക്കാനായി, അറിയാനായി കൂടുതൽ വിശേഷങ്ങളും ഒന്നും പറയാതെ ഞാൻ എൻ്റെ പ്രിയ അതിഥിയെ ഡോക്ടർ ജയനാരായണനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ജയനാരായൺ, ഞാൻ എല്ലാ സമയവും പറയാറുണ്ട്, സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ട നിരവധി ആളുകളെ അതീന്ദ്രിയത്തിലേക്ക് ആകർഷിച്ചും അല്ലെങ്കിൽ അതീന്ദ്രിയത്തിലൂടെ പരിചയപ്പെടുത്തിയും, വെറും പരിചയപ്പെടുത്തലല്ല, ഇതൊരു സാധാരണ മുഖാമുഖം പരിപാടിയല്ല, മറിച്ച് തങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന ഏറ്റവും നല്ല മുഹൂർത്തം അല്ലെങ്കിൽ തങ്ങൾ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത മുഹൂർത്തം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അതിഥികൾ നമ്മോടൊപ്പം സംവദിക്കാനായിട്ട് ഒരുങ്ങി വന്നിരിക്കുന്ന, നമ്മെ സംബന്ധിച്ച ഒരു ശുഭമുഹൂർത്തം. അതാണ് അതീന്ദ്രിയത്തിൻ്റെ ഈ മുഹൂർത്തം. തീർച്ചയായിട്ടും ഈ മുഹൂർത്തത്തിലേക്ക് ഇന്ന് നമ്മോടൊപ്പം, അല്ലെങ്കിൽ താൻ അറിഞ്ഞത് മുഴുവൻ നമ്മോട് പങ്കുവയ്ക്കാനായി, താൻ അറിഞ്ഞത് മുഴുവൻ നമ്മോട് സംവദിക്കാനായി വന്നിരിക്കുന്ന ഡോക്ടർ ജയനാരായൺ. തീർച്ചയായിട്ടും ജയനാരായണന്റെ വാക്കുകൾക്ക് നാം അതിൻ്റെതായ അർത്ഥത്തിൽ, എന്ന് വച്ചാൽ ജയനാരായണന്റെ വാക്കുകൾക്ക് മാത്രം നാം അർത്ഥം കൽപ്പിക്കുന്നു എന്നല്ല. ഏതൊരു വ്യക്തി അതീന്ദ്രിയത്തിലേക്ക് കടന്നു വന്നാലും അവർക്ക് അർഹമായ പരിഗണന കൊടുത്തുകൊണ്ടാണ് നാം നമ്മുടെ ഈ വളരെ മനോഹരമായ അതീന്ദ്രിയം എന്ന ഈ പരിപാടി, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആരെങ്കിലും ഈ പ്രോഗ്രാമിനെ വിമർശിക്കാനായി തക്കം പാർത്തിരിക്കുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടി തൻ്റെ ഇടം കാണിക്കുന്നവർ പറയാൻ സാധ്യതയുണ്ട്, അതീന്ദ്രിയം എന്ന് പറയുന്ന പ്രോഗ്രാം അവർ സ്വയമേവ മികച്ചതാണെന്ന് പറയുന്നു. ഒരിക്കലുമില്ല. എന്നെ സംബന്ധിച്ച് ഈ പ്രോഗ്രാമിൻ്റെ എല്ലാ സമയത്തും ഞാൻ പറയുന്നത് പോലെ, ഈ പ്രോഗ്രാമിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് ഈ പ്രോഗ്രാം മികച്ചതെന്ന് പറയാൻ താല്പര്യമേ ഇല്ല. പക്ഷേ ഇതുവരെ ഈ അതീന്ദ്രിയത്തിൻ്റെ ഇത്രയും എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കത്തുകൾ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ടെലിഫോൺ കോൾസ്, അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, പ്രേക്ഷകർ തന്നെ പറയുന്നു ഇതൊരു മികച്ച പ്രോഗ്രാമാണെന്ന്. പ്രേക്ഷക, ഞങ്ങൾക്ക് നിങ്ങളോട് നന്ദിയുണ്ട്. കാരണം ഒരു പ്രേക്ഷകൻ തൻ്റെ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്, ഇത്തരത്തിലൊരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ തൻ്റെ ഇടം കാണിച്ച, ബാക്കി ഞാൻ പറയുന്നില്ല. എന്തായാലും ഞങ്ങൾ വളരെ തൻ്റെ ഇടത്തിലാണ്. ഇത്തരത്തിലൊരു പ്രോഗ്രാം കാണിക്കുക മാത്രമല്ല, ഇങ്ങനെ ഒരു പ്രോഗ്രാം തുടരാനും ഞങ്ങൾ തൻ്റെ ഇടം കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ഈ പ്രോഗ്രാമിൻ്റെ മഹിമ പറയാനല്ല ഞാൻ ഇത്രയും പറഞ്ഞത്. നമുക്ക് വീണ്ടും ഈ പ്രിയ അതിഥി ജയനാരായണിലേക്ക് തന്നെ തിരിച്ചു വരാം. ഡോക്ടർ ജയനാരായൺ. ജയനാരായൺ, അങ്ങയ്ക്ക് അതീന്ദ്രിയമായ, അല്ലെങ്കിൽ ഞങ്ങൾ നാമകരണം ചെയ്തിരിക്കുന്നത് പോലെ അങ്ങയ്ക്ക് അതീന്ദ്രിയമായ അനുഭവം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷെ അതിനു മുമ്പ് പ്രിയ ജയനാരായണിൽ നിന്ന് ഞങ്ങൾക്ക് അറിയേണ്ടത്, ഇത്തരത്തിൽ ഒരു പ്രോഗ്രാമിന്റെ, ഞാൻ ഉദ്ദേശിക്കുന്നത് അതീന്ദ്രിയമോ അതീന്ദ്രിയം പോലെയുള്ളതോ ആയ ഒരു ടെലിവിഷൻ പ്രോഗ്രാമിന്റെ ആവശ്യകതയും സാധ്യതയും എന്താണെന്നാണ് ഡോക്ടർ താങ്കൾ കണക്കാക്കുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഒരു മിസ്റ്ററി ഉണ്ടാകുന്ന ഒരു സാധനമാണ് ക്യൂരിയോസിറ്റി എന്ന സാധനം. അപ്പം നമുക്ക് ഈ സയൻസ് വഴിയും ഒക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. ഇല്ലാതെ നമുക്ക് തെളിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള നോളജും അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും എപ്പോഴും വളരെ ക്യൂരിയോസിറ്റി ഉള്ള ഒരു സാധനമാണ്. അപ്പം അങ്ങനത്തെ ഒരു സംഭവത്തിലോട്ട് ഒരു ടെലിവിഷൻ പ്രോഗ്രാം കടന്നില്ല എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. വളരെ ഒരു പെക്യുലറായിട്ട് തോന്നി. നമ്മൾ സയൻസ് വളരെയേറെ വളർന്നിട്ടും പുരോഗമിച്ചിട്ടും അങ്ങ് തന്നെ പറഞ്ഞതുപോലെ
അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാതെ പോകുന്ന അല്ലെങ്കിൽ നമുക്ക് അതീന്ദ്രിയമായി നിൽക്കുന്ന നമ്മുടെ കാഴ്ചപ്പുറത്തിനും അപ്പുറത്ത് നിൽക്കുന്ന അതീന്ദ്രിയം അല്ലേ ഡോക്ടർ താങ്കൾ ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. താങ്കളുടെ ഈ നല്ല കാഴ്ചപ്പാടിന് അങ്ങയോട് ഞങ്ങൾ മുഴുവൻ പേരും നന്ദി, പ്രത്യേകിച്ച് ഞാൻ അങ്ങയോട് എല്ലാ സമയത്തും നന്ദിയുള്ളവനായിരിക്കും. ഡോക്ടർ, അങ്ങയുടെ ഏതോ ഒരു അതീന്ദ്രിയമായ അനുഭവം ഇവിടെ വിവരിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ പങ്കുവയ്ക്കാൻ പോകുമ്പോൾ അതിന് സ്വാഭാവികമായിട്ട് വിമർശനങ്ങളും ഉണ്ടാകാം. അതിനെ താങ്കൾ എങ്ങനെയാണ് നേരിടുക? അല്ല, അതിലിപ്പോൾ ഒരു എന്താ പറയുക, ഒരു വേറെ വലിയ പ്രശ്നത്തിൻ്റെ കാര്യമൊന്നുമില്ല. കാര്യം ഇപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പെക്യുലർ ആയിരുന്നു. എന്നെ കുറേ ദിവസത്തോളം ഞാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു സംഭവമായിരുന്നു. അപ്പോൾ അന്നൊന്നും ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ വളരെ ഡിയർ ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് മാത്രം, 1-2 പേരെടുത്ത് മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വേദിയിൽ ഷെയർ ചെയ്യേണ്ട ഒരു അവസരം കിട്ടുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതൊരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഞാനൊരു ഇതിനൊരു ക്രിറ്റിസിസത്തിന്റെ മനസ്സിലാവുന്നുണ്ട് ഡോക്ടർ. അതായത് താൻ അറിഞ്ഞത് തൻ്റേത് മാത്രമാണ് അല്ലേ, തൻ്റെ അനുഭവം തൻ്റേത് മാത്രമാണ് എന്ന് അങ്ങ് വിശ്വസിച്ചുകൊണ്ടും വിചാരിച്ചുകൊണ്ടും ഇരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് അല്ലെങ്കിൽ ഈ നല്ല അനുഭവം പങ്കുവയ്ക്കാനും സംവദിക്കാനും ഒരു ഇട വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഡോക്ടർ ജയനാരായണന്റെ ആ നല്ല അതീന്ദ്രിയ അനുഭവത്തിലേക്ക് നമുക്ക് കടക്കാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനോട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ അതീന്ദ്രിയമായ അനുഭവത്തിനിടയിൽ ഒരുപാട് ചോദ്യങ്ങളും അന്വേഷണങ്ങളും നടത്തേണ്ടതും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ അതിഥി ഡോക്ടർ ജയനാരായണൻ. എന്തായാലും അദ്ദേഹത്തിലേക്ക് തന്നെ, അദ്ദേഹത്തിന് എന്താണ് ഈ ജീവിതത്തിനിടയിലുണ്ടായ അപൂർവമായ അതീന്ദ്രിയ അനുഭവം എന്ന് നമുക്ക് ചോദിക്കാം. ഞാനിപ്പം അദ്ദേഹത്തിനോട് ചോദിക്കാൻ താല്പര്യപ്പെടുന്നത്, ഡോക്ടർ ജയനാരായൺ, അങ്ങേക്ക് അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന, താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ടായിരിക്കുന്ന ഈ അതീന്ദ്രിയമായ അനുഭവം എന്താണ് ഡോക്ടർ? എനിക്ക് ശരിക്കും അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു വലിയ കാര്യമായിട്ട് തോന്നിയില്ല. എന്താ പറയുക, സാധാരണ ഞാൻ നോർമലി ഒരുപാട് സ്വപ്നങ്ങളൊന്നും കാണാറില്ല. കണ്ട സ്വപ്നങ്ങൾ അങ്ങനെ ഓർമ്മ നിൽക്കാറുമില്ല. പണ്ടങ്ങ് പോകണം, അല്ല എന്തെങ്കിലും പ്ലസൻറ്റ് കാര്യങ്ങളായിരിക്കും കാണുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ഒരു സ്വപ്നം ആണ് എന്ന് വിശ്വസിക്കാൻ എനിക്കിപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒരുപാട് നേരം രാത്രി കിടന്ന് ഞാനിങ്ങനെ എൻ്റെ ഒരു അനുഭവം പോലെ കണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് നേരം ഒരു സ്വപ്നങ്ങളും ഞാൻ കണ്ടതായിട്ട് എനിക്ക് കണ്ടത് ഓർമ്മയില്ല. എന്തൊക്കെയോ ഇങ്ങനെ കണ്ടുപോയി എന്നുള്ളതേ ഉള്ളൂ, പ്ലസൻ്റ് ആണെന്നുള്ളതേ ഉള്ളൂ. ഇത് ഇങ്ങനെ എനിക്ക് ഓരോ സെൻറ്റൻസ്, ഞാൻ പറയുന്ന സെൻറ്റൻസുകളും ഞാൻ പറയുമ്പോൾ ഞാൻ ആ സീനിലുള്ള ബാക്കി ആൾക്കാരുടെ എക്സ്പ്രഷനൊക്കെ എനിക്ക് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ മനസ്സിൽ അതുപോലെ ഉണ്ട്. അത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഞാൻ ക്യാമ്പസിൽ പഠിക്കുന്ന സമയത്ത് ഈ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഈ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ സ്ഥിരമായിട്ട് പോയി നിൽക്കാറുണ്ട്. പകൽ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ റൂംസ് ഉണ്ട്, കോഴിക്കോട്, കോട്ടയം, പാലയിലൊക്കെ ഉള്ള ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സ്പോട്ടാണ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ എന്ന് പറയുന്നത്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ റൂംസ് എന്ന് പറയുന്നത് ഈ ഫ്രണ്ട് ബ്ലോക്കിൽ തന്നെയാണ്. അപ്പം പഴയ മോഡൽ ബിൽഡിംഗ് ആണ്. അപ്പം അതിനകത്തൊരു പ്രത്യേക അറ്റ്മോസ്ഫിയറാണ്, വളരെ ഇഷ്ടമാണ്. അപ്പോൾ പകൽ നിൽക്കാറുണ്ട്. ഇപ്പോൾ രാത്രി അവിടെ നിൽക്കാറ് ചെയ്യാറില്ല. രാവിലെ ഒരു മാക്സിമം ഒരു 9-10 മണി വരെയൊക്കെ ഇരുന്നിട്ടുള്ളൂ. അപ്പോൾ ഒരു വെക്കേഷൻ സമയം, അത് ഏത് വെക്കേഷൻ എനിക്കിപ്പോൾ ഓർമ്മയില്ല, ഓണമോ ക്രിസ്മസ് എന്തോ ആണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം നാട്ടിൽ പോവാണ്. അപ്പം എല്ലാ പ്രാവശ്യം പോകുമ്പോഴത്തേക്കും താക്കോൽ എൻ്റെ തന്നിട്ടാണ് പോകുന്നത്. ഏതെങ്കിലും റൂമിൽ താക്കോൽ കാണും. ഞാൻ പകലെപ്പോഴെങ്കിലും അവിടെ പോയി കിടക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം സംഭവം ഞാൻ വെറുതെ ഒരു ഫിലിമൊക്കെ കണ്ടിട്ട് ഞാൻ അവിടെ രാത്രി കിടക്കുകയാണ്. അത് കിടക്കുമ്പോഴത്തേക്കും ആ ബിൽഡിങ്ങിൽ കൂടുതൽ പേരില്ല എന്നുള്ളത് എനിക്കറിയാം. എന്തായാലും ഞാൻ കിടക്കുന്ന റൂമിൻ്റെ ആ റോയിലൊന്നും ഒരു ആളുമില്ല. എന്തായാലും അങ്ങനെ പേടിയോ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ചുമ്മാ ബുക്കൊക്കെ വായിച്ച് കിടന്ന് കുറച്ച് ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. പല കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് കിടന്നത്. എന്നാലും എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ ഒരു സ്വപ്നം കാണാൻ എനിക്ക് അപ്പോഴും തോന്നിയിട്ടില്ല, ഇപ്പോഴും തോന്നുന്നില്ല. എന്തോ ഒരു സംഭവം എൻ്റെ ലൈഫിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോവാണ്. ഞാനൊരു അനുഭവത്തിൽ ഇങ്ങനെ പോവാണ്. അപ്പോൾ അതിൽ കാണുന്നത് വേറൊന്നുമല്ല, എന്താ പറയുക, എൻ്റെ വീടും എൻ്റെ വീട്ടിലുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഞാൻ അവരുടെ അടുത്ത് പറയാണ്, സംഭവം ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, എൻ്റെ പേര് ഇപ്പം എൻ്റെ പേര് എന്താണെന്ന് ഇവിടെ ഞാൻ ഈ ആളല്ല, ഞാൻ എൻ്റെ സ്വന്തം സ്ഥലം ഇവിടെ ഒന്നുമല്ല, ഞാൻ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടതാണ്. എൻ്റെ സ്ഥലം പാലക്കാടാണ്, പാലക്കാട് ചിറ്റൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ചിറ്റൂർ എന്ന് പറയുമ്പോൾ എനിക്ക്
എനിക്ക് ആ സ്വപ്നം കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലാവുന്നുണ്ട് സംഭവം ചിറ്റൂർ എന്ന സ്ഥലം ഞാൻ കേട്ടിട്ടില്ല, എവിടെയൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. അപ്പം ചിറ്റൂർ കറക്റ്റ് ഒരു പ്രോപ്പർ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ലത്. അപ്പം ആ സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. അപ്പം എനിക്കവിടെ വീടും നാടും ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ എൻ്റെ റിലേറ്റീവ്സിനെ പറ്റിയും എൻ്റെ ഫ്രണ്ട്സിനെ പറ്റിയും ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവരുടെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും, അപ്പോൾ ഇവരുടെ മനസ്സിൽ സംഭവം നീ എന്തെന്നാണ് ഈ പറയുന്നത്, ആ ഒരു എക്സ്പ്രഷനാണ്. ഇത് ചേച്ചി എന്നെ കളിയാക്കുന്നു, അച്ഛനും അമ്മയൊക്കെ ചുമ്മാ ഇരിക്കുക എന്നുള്ള സെറ്റപ്പ് ഇത് പറയുന്നു. അപ്പോഴൊക്കെ ഞാൻ പറയുന്നത് ഇതല്ല, ഞാൻ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ഞാൻ അതിൻ്റെ പുറകെ പോകുന്നൊന്നുമില്ല. എന്താ പറയുക, ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളടുത്ത് പറയുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഞാൻ അവരെ കൺവിൻസ് ചെയ്യുകയാണ് സംഭവം ഇതാണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ അതിനകത്തെ പാസ്റ്റ് ആലോചിക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് എനിക്ക് എൻ്റെ വീടും ആ വീട്ടിലുള്ള ബാക്കി ആൾക്കാരും അവിടെയുള്ള പട്ടിയും പൂച്ചയും എല്ലാം എനിക്ക് ഒരു പടം വരച്ചതുപോലെ എൻ്റെ മനസ്സിനകത്തുണ്ട്. അതുമാത്രമല്ല എനിക്ക് പ്രത്യേകതയുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂൾസിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഫുട്ബോൾ വളരെ ഇഷ്ടമുള്ള കക്ഷിയാണ്. ഞാൻ ഒരുപാട് കളിക്കും, വളരെ സീരിയസ് ആയിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു സമയമുണ്ട്. അപ്പം ഇപ്പം ഞാനത് കാണുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം എന്ന് പറഞ്ഞാൽ ഈ പാലക്കാട് ചിറ്റൂർ എന്നുള്ള സ്ഥലത്ത് വയൽ നികത്തിയ ഒരു ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിൽ ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പോയി ഫ്രണ്ട്സിനോട് കളി സീരിയസ് ആയിട്ട് കളിക്കും. എൻ്റെ ക്ലബ്ബ് പോലെ, ക്ലബ്ബ് അത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ആ ക്ലബ്ബിൽ കളിക്കുന്നുണ്ട്. എന്താണ് ക്ലബ്ബിലെ ഫ്രണ്ട്സ്, അപ്പോൾ ആ ഫ്രണ്ട്സ് തമ്മിലുള്ള അടിയും പിടിയൊക്കെ ഞാൻ അതിനകത്ത് കാണുന്നുണ്ട്. അത് ഞാൻ പാരൻസിനടുത്ത് പറയുന്നില്ല, അത്ര ലൈവായിട്ട് ഞാനൊരു കാര്യം കാണുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ എത്ര കൂടുതൽ പറയുന്നത് അത്രയും കൂടുതൽ അവരെന്നെ എതിർക്കാണ്, പാരൻസ് എന്നെ എതിർക്കാണ്. അപ്പോൾ ഞാൻ മടുത്തിട്ട സംഭവം ശരി എന്തോ എനിക്ക് പിന്നെ അതെങ്ങനെ എൻഡ് ചെയ്തെന്ന് അറിയുന്നുണ്ട്. ഞാൻ എണീക്കുന്നത് വരെ ഞാനത് കാണുകയാണ്. അപ്പോൾ ഞാൻ വളരെ ലേറ്റായിട്ടാണ് അന്ന് എണീക്കുന്നത്. വെക്കേഷൻ ആണ്, കോളേജിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് എത്ര മണിക്കെന്ന് ഓർമ്മയില്ല, എന്തായാലും ഒരു 9 കഴിഞ്ഞിട്ടാണ് ഞാൻ എണീക്കുന്നത്. വളരെ എണീക്കുമ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റ് ഞാനിപ്പോൾ ചിറ്റൂരിൽ നിന്ന് വന്നതുപോലെയാണ് ഈ ഫീൽ ചെയ്യുന്നത്. അത്രയ്ക്ക് ഈ സീൻ ബൈ സീൻ നടന്ന കാര്യം എനിക്കിങ്ങനെ ഓർക്കുകയാണ്. ഞാനത് ആരുടെ അടുത്തും പറഞ്ഞില്ല. ഞാൻ പെട്ടെന്ന് ഞാൻ വീട്ടിൽ പോയി, ഒരു മനുഷ്യനടുത്ത് പറഞ്ഞില്ല. അന്ന് ഞാൻ വീട്ടിൽ ചെന്നിട്ട് പിന്നെ എനിക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്. ഞാൻ വൃത്തിയായിട്ട് കിടന്നുറങ്ങി. ഞാനൊരു എന്താ പറയുക, ഒരു ഉച്ച കഴിഞ്ഞ് എണീറ്റ് കുളിച്ചു, ആഹാരമൊക്കെ കഴിച്ച സംഭവം എനിക്കിത് അമ്മയുടെ അടുത്തുനിന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഇതിങ്ങനെയാണ്, ഇങ്ങനെ ഒരു സംഭവം കണ്ട് എന്നിങ്ങനെ പറയണമെന്നുണ്ട്. പക്ഷേ പറഞ്ഞില്ല. ചുരുക്കം പറഞ്ഞാൽ അന്ന് വൈകുന്നേരം ഒരു 6 മണി 7 മണി സമയത്ത് തോന്നുന്നു ചാനലിങ്ങനെ മാറ്റിയിരിക്കുകയാണ് ടി വിയിൽ. അപ്പം എൻ്റെ മനസ്സിൽ രാവിലെ തൊട്ടേ ഈ സാധനം തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. ചാനൽ മാറ്റി നാഷണൽ ജോഗ്രഫിക് ആണെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഇങ്ങനെ ചുമ്മാ വെച്ചപ്പോഴത്തേക്കും ഒട്ടും അട്രാക്റ്റീവ് ഒന്നുമല്ല സാധനം, അനിമൽസൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്നുമല്ല സംഭവം. ഒരു അറബിക് കൺട്രിയാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ബഹ്റിൻ അങ്ങാണ്ടാണ്. അത് റൂറൽ ഏരിയ ആണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഫീച്ചർ അവിടെ. അപ്പോൾ എന്താണ് ആ ഫീച്ചർ എന്ന സംഭവം ഞാൻ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഡ്യുവൽ പേഴ്സണാലിറ്റിയെക്കുറിച്ചൊരു ഫീച്ചറാണ്. അപ്പോൾ അതിനകത്ത് അന്ന് ഒരു കുട്ടിയുടെ ഒരു സംഭവം, ഒരു 7 8 വയസ്സുള്ള ഒരു അറബിക് പയ്യൻ. അപ്പോൾ അവനിപ്പോൾ താമസിക്കുന്നത് ജനിച്ചതൊക്കെ ബഹ്റിനിലാണ്. ബഹ്റിനിൽ ഒരു സുപ്രഭാതത്തിൽ അവൻ ആ വീട്ടിലെ പാരൻസിൻ്റെ അടുത്ത് പറയുകയാണ്, ഞാൻ ഈ സ്ഥലത്ത് ജനിച്ച ആളല്ല, ഞാൻ ശരിക്കും വേറൊരു സ്ഥലത്തുള്ളതാണ്. ഞാൻ ഒരു പോലീസ് റൈറ്റിൽ എന്നെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. വലിയ മുതിർന്ന ആൾക്കാർ പറയുന്ന പോലെ സിറിയയിൽ ഏതോ ഒരു ഉൾനാടൻ ഒരു ലോക്കൽ ഗ്രാമമാണ് പറയുന്നത്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ പയ്യൻ പറയുന്നു എന്ന് പാരൻസ് പറയുകയാണ്. അപ്പോൾ എനിക്കിത് ഈ എന്താണ് ഒട്ടും അട്രാക്റ്റീവ് ആയിട്ടില്ല ഈ പ്രോഗ്രാം. പക്ഷേ എനിക്ക് ഇതിൻ്റെ സ്റ്റാർട്ട് തൊട്ട് ഞാൻ അവിടെ ഇരിക്കുകയാണ്, ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു വല്ലാത്ത അതിശയമായിപ്പോയി. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ തലേദിവസം രാത്രി പാസ് ചെയ്ത ഒരു അവസ്ഥയിൽ കൂടെ അതേ അവസ്ഥ ഒരു പാരൻസ് ഈ പയ്യനെ പറ്റി പറയുകയാണ്. അപ്പോൾ അതിനകത്ത് ആ കുട്ടി പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സിറിയയിൽ ഒരു ഗ്രാമം, അതിൻ്റെ പേരൊക്കെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. അപ്പം അവിടെയാണ് ഞാൻ ജനിച്ചത്. അവിടെ ഞാൻ 38 ഇയേഴ്സിലാണ് മരിക്കുന്നത്. അവിടുത്തെ ഫുട്ബോൾ, അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അവിടുത്തെ ഫുട്ബോൾ ക്ലബ്ബിൽ വളരെ ആക്റ്റീവ് മെമ്പറായിരുന്നു. വളരെ സ്ട്രോങ് ആയിട്ട് കളിക്കുക. അവിടെ ഒരു ഗ്രൗണ്ടുണ്ട്. ഭാര്യ 3 കുട്ടികൾ. അപ്പോൾ എനിക്ക് ഭാര്യയെ കാണണം, കുട്ടികളെ കാണണം എന്നൊക്കെ ഈ പയ്യൻ കുറച്ച് നാളായിട്ട് ഇവരുടെ പാരൻസിന്, ഇപ്പോൾ ബഹ്റിനിലുള്ള പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ കുറേ തമാശയായിട്ട് എടുത്ത്, അപ്പം ഇവരെന്തോ ഒരു ആർട്ടിക്കിൾ അതെങ്ങനെ അത് ലിങ്ക് ചെയ്ത് വന്നെന്ന് അറിഞ്ഞുകൂടാ. അപ്പം അവർ ഇതിൻ്റെ ഫുൾ കോസ്റ്റ് ഇവനെ അവിടെ കൊണ്ടുപോയി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിക്കുന്ന ഒരു സംഭവത്തിൽ നാഷണൽ ജോഗ്രഫിക്ക് ഫുൾ അതിൻ്റെ ചിലവൊക്കെ എടുത്തിട്ട് ഈ പയ്യനെ അവിടെ കൊണ്ടുപോവാണ്. അപ്പോൾ എനിക്കങ്ങ് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി സംഭവം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും ഈ പയ്യനായി സംഭവം ഒരു ബസ്സിലാണ്, ബസ് പോലെ ക്രൂ കംപ്ലീറ്റ് ഉണ്ട്. അത് അവിടെ ചെന്ന് ഇറങ്ങും തൊട്ട് ഇവൻ്റെ ഈ ഒരു ഗലിയിൽ കയറുന്ന തൊട്ട് ഇവൻ സ്പോട്ട് ബൈ സ്പോട്ട് അവൻ പണ്ട് സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അവൻ പാസ് ചെയ്ത വഴികളും വീടുകളും ഇന്ന ആൾക്കാരുടെ വീടുകളാണ്
എന്നുള്ളതൊക്കെ പറയാണ്. എന്നിട്ട് ഇവൻ പറയുന്ന കറക്റ്റ് സ്പോട്ടിൽ ആ പറഞ്ഞ വീടുണ്ട്. ആ വീട്ടിൽ മുട്ടി വിളിക്കുകയാണ്. മുട്ടി വിളിക്കുമ്പോഴത്തേക്കും ക്യാമറയൊക്കെ ബാക്കിലുണ്ട്. സംഭവം ഡോർ തുറക്കുന്ന ഒരു മിനിമം ഒരു 85 വയസ്സുള്ള ഒരു സ്ത്രീയാണ്, ഒരു അറബിക് വേഷമിട്ട സ്ത്രീ. ആ സ്ത്രീ ഇവൻ്റെ ഈ കുട്ടിയുടെ 7 വയസ്സുള്ള കുട്ടിയാണ്, 7 വയസ്സുള്ള കുട്ടിയുടെ ഭാര്യ എന്ന് പറയുകയാണ്. എൻ്റെ ഭാര്യയാണെന്ന് വെച്ചിട്ട് ഇവൻ പണ്ട് അവരുടെ അടുത്ത് എന്താണ് നാച്ചുറലി സംസാരിക്കുന്ന പോലെ വൈഫിനെ സംസാരിക്കുക. അപ്പോൾ അവർക്ക് പെട്ടെന്ന് അത് മനസ്സിലായി. കാര്യം അവരെ ഭർത്താവ് സംഭവം അവരെ വിളിച്ചിരുന്ന പേരും ഒക്കെയാണ്. അപ്പം എനിക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ടായിപ്പോയി സംഭവം. അപ്പം എൻ്റെ അടുത്ത് അപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അമ്മേച്ചനൊക്കെ പറയുന്നത് ചാനൽ മാറ്റി, നിങ്ങൾ കുറേ നേരമായിട്ട് ഒരു വൃത്തിയുടെ പരിപാടി കാണാനല്ല, അത് മാറ്റിയെന്ന് പറയാണ്. എനിക്കിത് മാറ്റാൻ പറ്റില്ല, ഞാനത് ത്രൂ ഔട്ട് കാണാണ്. ചുരുക്കം പറഞ്ഞാൽ ആ വീട്ടിൽ ഇപ്പോഴും വൈഫ്, 2 പിള്ളേർ. ഇവൻ്റെ 2 പിള്ളേരെന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മയെക്കാളും പ്രായം ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അവരെയൊക്കെ മക്കളെ എന്ന് വിളിക്കുന്നത് സംഭവം ഒരു വല്ലാത്തൊരു സംഭവം. അത് പക്ക ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റിയുടെ സാധനമാണ്. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല, അതിൻ്റെ സയൻസ് അവർ പിന്നെ പറയുന്നുണ്ട്. അപ്പം എനിക്കതൊരു വല്ലാത്ത അതിശയമായിട്ട് തോന്നി. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ തലേ ദിവസം കണ്ടപ്പോൾ എനിക്കൊരു പേടി പോലെ തോന്നി. സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കണ്ട സത്യമാണോ. എനിക്ക് എന്താ പറയുക, എനിക്കൊരു ആദ്യം ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു സംഭവം. അതങ്ങ് മാറി എനിക്കൊരു ചെറിയ പേടിയായിട്ട് തോന്നി. കാര്യം ഇതാണോ ശരിക്ക് ഇവൻ്റെ പാസ്റ്റ് ഇതെങ്ങനെയാണോ. അപ്പം എനിക്ക് ആരത്തെങ്കിലും പറയാനും വയ്യ സംഭവം. ഇനിയിപ്പോൾ പാരൻസിനെ പറഞ്ഞാൽ അവർക്ക് വലിയ വിഷമമാവില്ല സംഭവം. എന്തായാലും ഇന്ന് വരെയായിട്ട് ഞാനത് അതിൻ്റെ സത്യം തിരക്കി ഞാൻ പോയിട്ടില്ല. എനിക്ക് അതിനുള്ള ധൈര്യമില്ല, അതുകൊണ്ട് പോയിട്ടില്ല. എന്തായാലും ആ കുട്ടി ആ സീരിയലിൽ ഇതിനകത്ത് ആ ആർട്ടിക്കിളിൽ പറയുന്ന അതേ വികാരത്തിലാണ് ഞാൻ ആ പ്രോഗ്രാമിൽ എൻ്റെ ഇതിനകത്ത് എൻ്റെ ആ ഒരു സ്വപ്നം എന്ന് പറയുന്ന സാധനത്തിനകത്ത് എൻ്റെ പാരൻസിൻ്റെ അടുത്ത് എൻ്റെ പാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത്. അപ്പം അതെങ്ങനെയാണ് ഇത്രയും ഡീറ്റെയിൽസ്, ഇപ്പം ഒരു സ്വപ്നം ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, എന്നാലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു സാധനം എങ്ങനെ എനിക്ക് കാണാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഇന്നും ഒരു വലിയ അതിശയമാണ്. ഞാൻ അതിനുശേഷം ഒരുപാട് നാളിന് ശേഷം ഇത് സ്ഥിരമായിട്ട് ഞാൻ പിന്നെ അത് കണ്ടിരുന്നത് ഒരൊറ്റ ദിവസമേ ഞാൻ അത് കണ്ടുള്ളൂ. ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള 1-2 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അവരെ വിളിച്ചിരുത്തി സീരിയസ് ആയിട്ടൊരു കാര്യം പറയുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ സാധനം പറഞ്ഞു. അപ്പോൾ എന്നെ അവർ ഭീകരമായിട്ട് കളിയാക്കി. എന്നിട്ട് ഈ നാഷണൽ ജോഗ്രഫിയിലെ ഈ പ്രോഗ്രാം ഇവർ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. ഈ നാഷണൽ ജോഗ്രഫി പ്രോഗ്രാം അത് റീടെലികാസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. സംഭവം ഞാൻ അത് തപ്പിയെടുത്ത്, അത് ഹിന്ദുവിലെങ്ങാണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് സംഭവം വരത്തുള്ളൂ. അത് തപ്പിയെടുത്ത് അടുത്ത റീടെലികാസ്റ്റ് സംഭവം ഞാൻ ഈ ഫ്രണ്ട്സിനെ കൂടെ വിളിച്ചിരുത്തി കാണിക്കുകയാണ്. അപ്പോഴും അവർ വിശ്വസിക്കുന്നില്ല. നീ ഇങ്ങനെ കണ്ടു എന്ന് വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ നീ ഈ പ്രോഗ്രാം കണ്ടിട്ട് അന്ന് രാത്രി എങ്ങനെ സ്വപ്നം കണ്ടത് എങ്ങനെ ആയിരിക്കും എന്നാണ് അവരിപ്പോഴും പറയുന്നത്. പക്ഷേ ഞാൻ അനുഭവിച്ച സംഭവമാണ്. ഞാനത് എന്താ പറയുക, ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുള്ളൂ. ഇന്നും എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് ആലോചിക്കാൻ താല്പര്യമില്ല. പക്ഷേ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു ബുദ്ധിമുട്ടാണ് ഡ്യുവൽ പേഴ്സണാലിറ്റി, അതായത് ഇരട്ട വ്യക്തിത്വം. നമ്മൾ പലപ്പോഴും പലയിടത്തും വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രതിഭാസമാണത്. അപ്പോൾ അദ്ദേഹം ഡോക്ടർ ജയനാരായൺ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ പ്രതിഭാസത്തെക്കുറിച്ച് നമ്മൾ ടെലിവിഷൻ ചാനലിൽ കൂടെ ആയാലും അല്ലെങ്കിൽ ഒരു ദൃശ്യമാധ്യമത്തിൽ അല്ലാതെ മറ്റേതെങ്കിലും മാധ്യമത്തിലൂടെ ആയാലും നാം ദർശിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ജയനാരായണൻ എന്ന് പറയുന്ന ഈ വ്യക്തിയിൽ, ഈ ചെറുപ്പക്കാരനിൽ നിന്നും ചില ചോദ്യങ്ങൾ ഉയരുകയും ഈ ചെറുപ്പക്കാരനിലേക്ക് ചില ചോദ്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നുണ്ട്. താങ്കൾ പിന്നീട് എപ്പോഴെങ്കിലും ഈ പാലക്കാട്, ഈ ചിറ്റൂർ, ആ ചിറ്റൂരിനുള്ളിൽ താങ്കൾ മറന്നുപോയിരിക്കുന്ന ആ ഗ്രാമത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയോ ഒരു ശ്രമം നടത്തുകയോ ചെയ്തിട്ടുണ്ടോ ഡോക്ടർ? പലപ്പോഴും എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട്. അത്യാവശ്യമായിട്ട് തീർച്ചയായിട്ടും അവിടെ പോയി നോക്കണം എന്ന് തോന്നുന്നുണ്ട്. അപ്പോഴേക്കും എന്നെ തിരിച്ച് വലിക്കുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ വയസ്സ് 26 കഴിഞ്ഞു. അപ്പോൾ ഇത്രയും വർഷമായിട്ട് സംഭവം ഞാൻ ഒരു ലോകത്ത് ജീവിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്താണ്, അഥവാ ഇനി വേറെന്തെങ്കിലും ആണ് ഒരു സംഭവം എന്നുണ്ടെങ്കിൽ എനിക്ക് അതിനോട് ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ അറ്റാച്ച്മെന്റ് ഒരു സുപ്രഭാതി തോന്നിയാൽ എനിക്കത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അത് ഐതിഹാസികമായ അല്ലെങ്കിൽ ഇതിഹാസ ബന്ധിതമായ ഒരു കഥയെന്ന് വിശേഷിപ്പിക്കാവുന്ന ഡോക്ടർ ജയനാരായണന്റെ സ്വപ്നമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ഇത് വെറുമൊരു സ്വപ്നമല്ല. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലെ മനോഹരമായ റൂമിൽ, അല്ലേ, ഒരുപക്ഷെ മനോഹരമെന്ന് നാം പറയുമെങ്കിലും ഒരു വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് അതിൻ്റെ സുഖവും ശീതളിമയൊക്കെ ഉൾക്കൊണ്ട് നിൽക്കുന്ന മനോഹരമായ വൃക്ഷങ്ങൾക്കടിയിൽ, ഇന്നും ആ വൃക്ഷങ്ങൾ മുറിച്ച് മാറ്റപ്പെട്ടിട്ടില്ല ഡോക്ടർ. ആ വൃക്ഷങ്ങൾക്കടിയിലെ ഓടിട്ട 2 നില കെട്ടിടം, അതിൽ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു സുഹൃത്തിൻ്റെ റൂമിൽ അങ്ങ് കിടക്കുമ്പോഴാണ് രാത്രിയിൽ എപ്പോഴോ ഏതോ ഒരു യാമത്തിൽ അങ്ങ് ഈ സ്വപ്നം കണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സ്വപ്നത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് അങ്ങ് സ്വപ്നത്തിലാണെങ്കിൽ പോലും കേരളത്തിലെ തന്നെ ഒരു ഇടത്തരം പ്രദേശമായ
പാലക്കാട് തന്നെയുള്ള ചിറ്റൂർ പ്രദേശത്ത് ഇന്നും ഡോക്ടർ ഓർക്കാതെ പോകുന്ന, ജയനാരായണൻ ഓർക്കാതെ പോകുന്ന ഏതോ ഒരു ഗ്രാമത്തിൽ, ഏതോ ഒരു ഗ്രാമത്തിൽ, ആ ഗ്രാമത്തിലെ ഫുട്ബോൾ കോർട്ടിൽ സ്വദേവ ഒരു ഫുട്ബോൾ പ്ലെയർ തന്നെയായ അങ്ങ് ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങേക്കൊരു ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നത്, നമുക്ക് ഇതിൽ മാറ്റിവെക്കാം. അങ്ങയ്ക്ക് ഇരട്ട വ്യക്തിത്വമുണ്ടോ എന്നതും നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ താങ്കൾ കണ്ടിരിക്കുന്ന ഈ സ്വപ്നം, അല്ലെങ്കിൽ ഈ സ്വപ്നത്തിന് സമാന്തരമായിരിക്കുന്ന ഒരവസ്ഥ തൊട്ടടുത്ത ദിവസം ഒരു ഇന്റർനാഷണൽ ചാനലിൽ അങ്ങ് വീക്ഷിക്കുന്നു. താങ്കളുടെ സുഹൃത്തുക്കളോടും വീട്ടുകാരോടും ഒക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ താങ്കളുടെ അമ്മയും അച്ഛനും സഹോദരിയും മൂത്ത സഹോദരിയും ഒക്കെ ഇതിനെ വെറും ഒരു പരിഹാസമാക്കി ഒതുക്കി വയ്ക്കുന്നു. പക്ഷെ ഇവിടെ ഒന്നുണ്ട്, താങ്കൾ അറിയുന്ന ഒരു മഹാവിശേഷമുണ്ട്. ഇവിടെ താങ്കൾ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു അങ്കലാപ്പിലാണ്. കാരണം 26 വർഷം താൻ ജീവിച്ച പ്രദേശത്തെയും ബന്ധുത്വത്തെയും വിട്ടെറിഞ്ഞ് പാലക്കാട് ചിറ്റൂരിലേക്ക് പോകാൻ താങ്കളുടെ മനസ്സ് അനുവദിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഒരു അന്വേഷണം ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അത് അതീന്ദ്രിയത്തിന്റെ അന്വേഷണമല്ല. ഈ ഡോക്ടർ രാജേഷ് നാരായണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ സ്വപ്നത്തിന്റെ സാധുത പരിശോധിക്കുകയാണ് ഇവിടുത്തെ പ്രധാന ആവശ്യം. ഡോക്ടർ, അങ്ങ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങ് ഈ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു അന്വേഷണത്തിന്റെ സാധ്യതയും സാധുതയും ഉടലെടുക്കുകയാണ്. കാരണം ഒരുപക്ഷെ അങ്ങ് ഭയപ്പെടുന്നത് പോലെ അങ്ങയുടെ ഇന്നത്തെ ബന്ധങ്ങളും ബന്ധുത്വങ്ങളും എല്ലാം തന്നെ ഒഴിച്ചു വെച്ചുകൊണ്ട് അങ്ങേക്ക് ചിറ്റൂരിലേക്ക് പോകാം, അല്ലെങ്കിൽ ചിറ്റൂരിലേക്ക് പോകണം എന്നതൊക്കെ അങ്ങേക്ക് വൈമനസ്യം ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ്. അല്ലെങ്കിൽ ചിറ്റൂർ ഇങ്ങനെ ചില ബന്ധങ്ങൾ ഉണ്ടോ എന്ന് പോലും അന്വേഷിക്കാൻ അങ്ങ് തയ്യാറായിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും ഈ അതീന്ദ്രിയം അവതരിപ്പിക്കുന്ന വ്യക്തി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഈ അതീന്ദ്രിയത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളിൽ ഒരാളായ ഞാൻ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രേക്ഷകർക്കുമായി ഒരു വാഗ്ദാനം നൽകുകയാണ്. ഈ ഡോക്ടർ ജയനാരായണനുമായി ഈ അതീന്ദ്രിയത്തിന്റെ പ്രവർത്തകർ തീർച്ചയായിട്ടും ഈ പറഞ്ഞ, ഒരുപക്ഷെ അദ്ദേഹം വളരെ പെട്ടെന്ന് ഓർത്തെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്, ഈ പറഞ്ഞ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ പ്രദേശത്തെത്തി അദ്ദേഹം സ്വപ്നത്തിൽ കണ്ട, അദ്ദേഹം സ്വപ്നത്തിൽ തിരിച്ചറിഞ്ഞ, അല്ലെങ്കിൽ ഇനിയും അദ്ദേഹം ഓർത്തെടുക്കേണ്ടിയിരിക്കുന്ന ആ ഉൾനാടൻ ഗ്രാമത്തിലെത്തി ആ ഫുട്ബോൾ ഗ്രൗണ്ടും, ആ ഫുട്ബോൾ ഗ്രൗണ്ടിനടുത്ത് ഈ ജയനാരായണൻ, അല്ലെങ്കിൽ ഈ ജയനാരായണന് ബന്ധമുണ്ടെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു ഭവനമുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ എൻ്റെ മുഴുവൻ പ്രേക്ഷകർക്ക് ഉറപ്പ് നൽകുകയാണ്, ഈ അതീന്ദ്രിയത്തിലൂടെ ഈ ഡോക്ടർ ജയനാരായണനുമായി ഞങ്ങൾ ആ ഗ്രാമത്തിലെത്തും. മാത്രമല്ല, ഈ ജയനാരായണന്റെ പഴയ അറിവുകളിലേക്ക് ഏതെങ്കിലും ഒരു ഓർമ്മ ഓളം വെട്ടുകയോ വീശുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേ സ്വഭാവത്തോടുകൂടി, ഇതേ അർഹതയോടുകൂടി, ഇതേ ഗൗരവത്തോടുകൂടി മുഴുവൻ പ്രേക്ഷകർക്കും അതിൻ്റെ സമ്പൂർണത ലഭ്യമാക്കുകയും ചെയ്യും. മറ്റ് ഏതൊരു അതീന്ദ്രിയ എപ്പിസോഡും അവസാനിക്കുന്നത് പോലെയല്ല ഡോക്ടർ ജയനാരായണൻ എന്ന് പറയുന്ന വ്യക്തി പങ്കെടുത്ത ഈ അതീന്ദ്രിയം അവസാനിക്കുന്നത്. തീർച്ചയായിട്ടും പ്രിയ പ്രേക്ഷക, നീ ഓർത്തിരിക്കുക, ചിറ്റൂരിൽ നിന്നും ഞങ്ങൾ ഇതിൻ്റെ ബാക്കി പത്രവുമായി ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ കടന്നു വരും. തീർച്ച തീർച്ച തീർച്ച. തൊട്ടടുത്ത ദിവസം ഇതേ സമയം മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.